ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ജിനിമോൾ ഷിജി. ഞാൻ UK-യിൽ നിന്ന് വരുന്നു, വെയിൽസിൽ നിന്ന്. ഞാൻ ശനിയാഴ്ച രാവിലെ ഇവിടെ എത്തിയുള്ളൂ. ഞായറാഴ്ച ഞാൻ സകുടുംബം ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ട് പോയതാണ്. ഞാൻ 2018 തുടങ്ങി ഉടമ്പടിയിലാണ്. എനിക്ക് പോകുന്നതിന് മുമ്പ് UK-യിലോട്ട് 2022-ലാണ് ഞാൻ പോകുന്നത്. അതിനു മുന്നേ ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് പോയതാണ്. ഇവിടെ നിന്ന് ഞാൻ UK-യിലോട്ട് പോകുന്നത് സീനിയർ കെയർ വിസയിലായിരുന്നു. അതിനു മുന്നേ ഞാനിവിടെ കോതമംഗലത്ത് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യായിരുന്നു. എൻ്റെ ശമ്പളം അന്ന് 15,000 രൂപയായിരുന്നു. 10 വർഷത്തെ ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പുറത്തായിരുന്നു, സൗദിയിലായിരുന്നു. കുട്ടികളുണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്ന് അവിടെ ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിക്കൊണ്ടിരുന്നു. മുടങ്ങാതെ ഞാൻ സാക്ഷ്യം കാണുമായിരുന്നു. ട്യൂസ്ഡേയിൽ അച്ഛൻ്റെ പ്രെയർ കാണുമായിരുന്നു. പിന്നീട് യൂട്യൂബിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡ്യൂട്ടി സമയത്ത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഏതെങ്കിലും ഫ്രീ ടൈമിൽ കാണുമായിരുന്നു. മിക്കവാറും സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മാത്രമാണ് എനിക്ക് വളരെ പെട്ടെന്ന് അവിടെ ഒരു നേഴ്സായിട്ട്, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി കിട്ടി. പെട്ടെന്ന് എൻ്റെ എക്സാമുകൾ 2ഉം പാസ്സായി. അവിടുത്തെ പിൻ നമ്പർ കിട്ടുക എന്നുള്ളത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. എനിക്കതിൽ ഒരു തടസ്സവും ഉണ്ടായില്ല. കറക്റ്റ് 21-ാമത്തെ ദിവസം, 20-ാമത്തെ ദിവസം എനിക്ക് കൺഫർമേഷൻ ലെറ്റർ വരുന്നു. ഞാൻ സൈൻ ചെയ്ത് വിടുന്നു. 21-ാമത്തെ ദിവസം കറക്റ്റ് എനിക്ക് പിൻ നമ്പർ കിട്ടുന്നു. ആ പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് മധ്യസ്ഥ അപേക്ഷിച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 20 അതിന് മുന്നേ എനിക്കൊരു വിസ കിട്ടി നേഴ്സായിട്ട് മാറാനായിട്ട്. 19-ാം തീയതി വൈകുന്നേരം ഞാൻ ഒരു നേഴ്സിംഗ് ഹോമിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു, നല്ല സാലറിയിൽ. അന്ന് 15,000 രൂപ സാലറി ഉണ്ടായിരുന്ന ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ, തിരുക്കുമാരൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ കഴിഞ്ഞ മാസം സാലറി വാങ്ങുമ്പോൾ UK-യിലെ എല്ലാ ടാക്സും പെൻഷനും ടാക്സും ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ആ 15,000 രൂപയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ മാസം 3,80,000 രൂപ സാലറി വാങ്ങിച്ചു. അത് എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മാത്രമാണ്. ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അവർക്ക് ഇംഗ്ലീഷുകാരുടെ കൂടെയാണ് അവരുടെ ഫുൾ ടൈം കളി, ചിരി എല്ലാം. അവരുടെ ലാംഗ്വേജൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തു. ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പല യൂണിറ്റുകളുണ്ട്. ഞാനൊരു മെൻ്റൽ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മെൻ്റൽ നഴ്സുമാരെ മാത്രമേ എടുക്കുകയുള്ളൂ. അവിടെ എൻ്റെ മാനേജർ ഘാനയിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം മെൻ്റൽ നഴ്സുമാരെ മാത്രമേ എടുക്കുകയുള്ളൂ. അവിടെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു രജിസ്റ്റേർഡ് ജനറൽ നഴ്സിനെ ഞാൻ എടുക്കും, അത് ഒള്ളി ജിനിമോൾ, എന്നെ മാത്രം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും തൈലം പൂശിയിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുള്ളൂ. ഞാൻ തന്നെയല്ല, എൻ്റെ ഹസ്ബൻഡും 2 പിള്ളേരും UK-യിലാണ്. ഞങ്ങൾ 2 പേരും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ബൈബിൾ വായിക്കാതെ ഞാൻ പുറത്തിറങ്ങില്ലായിരുന്നു. 91 സങ്കീർത്തനം, 121 സങ്കീർത്തനം, എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ വായിക്കുമായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് പോണേക്കാൻ മുന്നേ ഞാൻ ഹസ്ബൻഡും ഞാൻ പിള്ളേരെ കൊണ്ട് അത് ബൈ ഹാർട്ട് പഠിപ്പിച്ച് സ്കൂളിൽ പോണേക്കാൻ മുന്നേ 2 പേരും അത് വായിച്ചിട്ട് ബൈബിൾ വായിച്ചിട്ടേ പോകുകയുള്ളായിരുന്നു. പിന്നെ ഞാൻ ബൈബിൾ മുടങ്ങാതെ വായിക്കും. പിന്നെ എനിക്ക് ചില സമയത്ത് അലസതയൊക്കെ വരും. എന്നിരുന്നാലും ഞാനത് മാതാവിനോട് ക്ഷമ പറഞ്ഞ് വീണ്ടും തുടങ്ങും. പിന്നെ ഞാൻ കണ്ടിന്യൂസ് നൈറ്റിന് പോയി കഴിഞ്ഞ് എൻ്റെ ഒരുമാതിരി ബിസിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കും. ഓഫ് ഡേയ്സിലും സാക്ഷ്യം കേൾക്കും. എൻ്റെ ഏറ്റവും വലിയത് സാക്ഷ്യങ്ങളായിരുന്നു എന്നിലേക്ക് കൂടുതൽ ഇത് വന്നേക്കുന്നത്. പിന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം, ഡെയിലി ബ്രെഡ്, മിക്കവാറും ഞാൻ 5:30 എഴുന്നേറ്റ്. ഒരു സമയത്ത് ഞാൻ രാത്രി അവിടുത്തെ സമയം 12 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. അത് അവിടുത്തെ സമയം ഇവിടുത്തെ സമയവുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുന്നേറ്റ് ഞാൻ ചെല്ലുമായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ 5:30 തന്നെ എഴുന്നേറ്റിട്ട് അത് ഞാൻ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അത് ഞാനിങ്ങനെ ഉറക്ക വയ്ക്കും. അപ്പോൾ ഹസ്ബൻഡ് ആ സമയത്തൊക്കെ ഉറങ്ങിക്കിടക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ മെല്ലെ പുള്ളി അത് എഴുന്നേറ്റിരുന്ന് കേൾക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എൻ്റെ ജോലി സംബന്ധമായിട്ട് വളരെയധികം ഹാപ്പിയായിട്ട് വളരെ നല്ല രീതിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നത് മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി. അമ്മയില്ലാതെ പുത്രനില്ല എന്ന് പറയുന്നിട്ട് അമ്മ വഴിയാണ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശോ സാധിച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ഒത്തിരി പേർക്കറിയാം കൃപാസനത്തെക്കുറിച്ച്. ഞാൻ എപ്പോഴും സംസാരിക്കും. അവിടെ എൻ്റെ ഈ ലോക്കറ്റ് കാണുന്നവർ ചോദിക്കും, യു ആർ ഫ്രം വെയർ? ഐ ആം ഫ്രം കേരള. ഞാൻ അങ്ങനെ തന്നെ പറയും, കൃപാസനം മതം. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ മാതാവിനെക്കുറിച്ച് ഫിലിപ്പിനോസ്, ഇംഗ്ലീഷ്, ഘാന, വാട്ടവർ സിറ്റിസൺ, അവരോടൊക്കെ ഞാനത് സംസാരിക്കാറുണ്ട്. പിന്നെ അവിടെയുള്ള
ഒത്തിരി മലയാളികൾക്ക് ഞാൻ എൻ്റെ ഈ ഉടമ്പടിയുടെ ഇതെല്ലാം ഞാൻ പറയും. അവിടെ ഇപ്പോഴും പിന്ന് കിട്ടാതെ ഒത്തിരി കഷ്ടപ്പെടുന്നവർക്ക് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തത്, ഞാൻ 2022 ഇവിടെ വന്ന് പുതുക്കിയതിന് ശേഷം തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ പിൻ നമ്പർ പെട്ടെന്ന് കിട്ടിയതും ജോലി എല്ലാം എനിക്ക് കിട്ടിയത്. അങ്ങനെയായിരുന്നു. പുതുക്കിയതിന് ശേഷം ഇവിടെ വന്ന് കുമ്പസാരിച്ച് ഞാൻ പുതുക്കി ബാക്കിയെല്ലാം നന്നായി ഫോളോ ചെയ്തു. നേർച്ച വസ്തുക്കൾ, തൈലം ഞാൻ ഉപയോഗിക്കും. എനിക്ക് എവിടെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, എൻ്റെ ബാഗിൽ ഇപ്പോഴും ഉപ്പുണ്ട്. എൻ്റെ ബാഗിൽ ഇപ്പോഴും ഉപ്പുണ്ട്. ഞാനൊരു നമുക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. പ്രത്യേകിച്ച് നമ്മൾ മെൻ്റൽ ഹെൽത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞാൻ ഈ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിക്കുക, ആരും കാണാതെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പെട്ടെന്ന് അത് ഈസി ആയിട്ട് പോകും. നമുക്ക് ചെയ്യാനുള്ള ആ പ്രൊസീജിയറുകളെല്ലാം വളരെ ഈസി ആയിട്ട് പോകും. ഉപ്പ് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ട്. തൈലം പൂശാതെ ഞാനും എൻ്റെ ഹസ്ബൻഡും പിള്ളേരും പുറത്തിറങ്ങില്ല. ഇവിടെ വന്നതിന് ശേഷവും അവിടെ വെച്ചും ഉറങ്ങുന്നതിന് മുന്നും ഞാൻ എൻ്റെ പിള്ളേർക്ക് അതൊക്കെ പൂശിക്കൊടുത്ത് പ്രാർത്ഥിച്ചാണ് ഞാൻ കിടത്താറുള്ളത്. പിന്നെ അതങ്ങനെ നേഴ്സിംഗ് സൈഡിൽ നിന്നുള്ളത് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, സാക്ഷ്യങ്ങൾ നന്നായിട്ട് കേൾക്കുക. എന്ത് പ്രതിസന്ധി വന്നാലും അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. 2012 ഞാൻ സൗദിയിൽ നിന്ന് നിർത്തി വന്നിട്ട് വീണ്ടും ഞാൻ ഒരു വലിയ ഉയർച്ചയിലെത്തുന്നത് 2022 ഞാൻ ഇവിടെ കണ്ടിന്യൂസ് ആയി വന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. പിന്നെ അടുത്തത്, എനിക്ക് ഒരു കുറിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് എൻ്റെ വീട്ടിൽ ഞാൻ ചേർന്നിട്ട് അടയ്ക്കാതെ വന്ന് പിന്നെ വലിയ ഇഷ്യൂ ആയതായിരുന്നു. അത് അന്നേരം അവരുടെ സൈഡിൽ നിന്നും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സൈഡിൽ നിന്നും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് രമ്യമായിട്ട് പരിഹരിക്കണമായിരുന്നു. രണ്ട് കൂട്ടർക്കും, എൻ്റെ ഹസ്ബൻഡിന് ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. ഞാൻ ഇവിടെ വന്ന് 2022 വന്ന് അത് പുതുക്കി അത് നിയോഗം വെച്ചു. വളരെ നന്നായിട്ട് വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തു. രണ്ട് പാർട്ടികൾക്കും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അത് ഓക്കെ ആയി. ഞാൻ വളരെ ഹാപ്പിയായിട്ട് തിരിച്ചു പോയി. പിന്നെ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് പറയാനായിട്ട്, ചെറുതും വലുതുമായത്. സമയക്കുറവിൻ്റെ ഇതിൽ ഞാൻ നിർത്തുന്നു. വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും മാതാവിനോട് നൊലോളിച്ച് പ്രാർത്ഥിച്ചോളുക. ഞാൻ ശനിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച രാവിലെ എല്ലാവരും കൊണ്ടുവന്ന് ഞാൻ ഇവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എൻ്റെ നിയോഗം എഴുതിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്കത് പറയാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. എല്ലാവരോടും വീണ്ടും വീണ്ടും പറയുന്നു, മാതാവിൻ്റെ അനുഗ്രഹത്താൽ ദൈവകുമാരൻ എനിക്ക് ഞാൻ എഴുതിയത് ഒരുമാതിരി എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ജീവിക്കുന്നു UK-യിൽ. ഇപ്പോൾ വന്നിട്ട് ഞാൻ സെപ്റ്റംബർ ആദ്യം തിരിച്ചു പോകും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓർമ്മ ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഇവിടെ ആയിരുന്നപ്പോഴും ചേർന്നു. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അല്പം വൈകിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ ഓർഫനേജ് തപ്പി ഞാൻ എല്ലാ മാസവും തന്നെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മളോട് ഞാൻ അവിടെയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചിലർ വിളിച്ച് ചോദിക്കും, ഇച്ചിരി തരും അച്ചിരി തരും. മിക്കവാറും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പത്രം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും, അത് കൊടുക്കും. പിന്നെ കഴിഞ്ഞ വർഷം അച്ഛൻ അവിടെ ബർമിംഗ്ഹാമിൽ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പത്രം കിട്ടിയായിരുന്നു, അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൈബിൾ മുടങ്ങാതെ വായിക്കാറുണ്ട്. പിന്നെ ഭയങ്കര ദേഷ്യവും കോപമൊക്കെ ആയിരുന്നു, അതൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എനിക്കിങ്ങനെ മാതാവിന് ഓർമ്മ വരും, ആരോടെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ. ഈവൺ ദോ പേഷ്യൻസും നമ്മുടെ കൂടെയുള്ള കോവർക്കേഴ്സിനോടൊക്കെ നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരും. ഞാനൊരു നേഴ്സായിട്ട് ഞാൻ അവിടെ പൊസിഷനിലിരിക്കുമ്പോൾ നമുക്കത് സ്വാഭാവികമായിട്ടും വരും. പക്ഷെ അപ്പോൾ ഞാൻ കുറേയൊക്കെ താഴും. മീൻസ് അവരെ അനുഗ്രഹിക്കണം, അവർക്കൊരു ക്ഷമ കൊടുക്കണേ, എനിക്ക് ക്ഷമ തരണേ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഒത്തിരി ക്ഷമ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഒത്തിരി ക്ഷമ കിട്ടിയിട്ടുണ്ട്. എല്ലാം വളരെ നന്നായിട്ട് പോകണം. ഞാൻ വെരി ഹാപ്പിയാണ്, വെരി വെരി ഹാപ്പി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 35-ാം തിരുവചനം. അപ്പോൾ അവർ പറയും, ശൂന്യമായി കിടന്ന ഈ സ്ഥലമെല്ലാം ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു. ശൂന്യവും വിജനവും നശിപ്പിക്കപ്പെട്ടതുമായ നഗരങ്ങൾ ഇപ്പോൾ സുശക്തമായിരിക്കുന്നു. അവിടെ ആളുകൾ വസിക്കുന്നു. ജിനിമോൾ എന്ന ഈ സഹോദരിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്നും പരിശുദ്ധ അമ്മ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുവെന്നും അവർക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ കൈവയ്പോടുകൂടി ഈ മകളിവിടെ നിന്ന് UK-യിലേക്ക് പോയപ്പോൾ ഇനി എൻ്റെ ജീവിതം എങ്ങനെയെന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ജീവിക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പരിശുദ്ധ അമ്മ ഉടൻ പരിഹാരം നൽകി അവിടെ രജിസ്റ്റേർഡ് നഴ്സായി പിൻ നമ്പർ നൽകിയതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഈ മകളിവിടെ നേറ്റു പറയുന്നത്.
10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ മകൾക്ക് നഴ്സിംഗ് എക്സ്പീരിയൻസിൽ. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഏറ്റവും വലിയ ഉടമ്പടി പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ ഒരു കണ്ടൻ്റാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് എത്ര തന്നെ ഏജ് ഗ്യാപ്പ് ആയാലും എത്ര തന്നെ എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഉണ്ടായാലും നമുക്ക് യാതൊരു സാധ്യതകളും ഇല്ല എന്നുള്ള ആ യോഗ്യതയാണ്, നമുക്ക് യോഗ്യതയില്ലാത്തതാണ് നമുക്ക് കൃപ ലഭിക്കാനുള്ള യോഗ്യത എന്ന് ജിനിമോളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു ജീവിത സാഹചര്യത്തിലായാലും അഹ്റോൻ്റെ വടി പൂത്തു തളിർത്തതുപോലെ നമ്മുടെ ജീവിതം വീണ്ടും പൂത്തു തളിർക്കുമെന്ന് ഈ മകൾക്ക് വളരെ ധൈര്യത്തോടു കൂടി ഈശോയുടെ സ്നേഹത്തിലൂടെ ഏറ്റുപറയാൻ സാധിക്കുന്നത് ഉടമ്പടി കൃത്യമായി ജീവിക്കുന്നതുകൊണ്ടാണ്. ഈ മകൾ പറയുകയുണ്ടായി, ഞാൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആദ്യം കേൾക്കുന്നത് സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യം കേൾക്കുമ്പോൾ എൻ്റെ സമയം പോകുന്നതും അല്ലെങ്കിൽ എൻ്റെ സങ്കടങ്ങളില്ലാതാകുന്നതും ഞാൻ തന്നെ അറിയാതെ അതിൽ നിന്ന് അലിഞ്ഞു പോകുന്നതായും ഈശോ എന്നെ സ്പർശിക്കുന്നതായും സ്നേഹിക്കുന്നതായും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. വചനം വായിക്കുന്നതിൽ മകളവിടെ ഏറ്റുപറയുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ 1 മണിക്കൂറിലധികം ചിലപ്പോഴെല്ലാം വചനം വായിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിക്കാറുണ്ട്. മലയാളികൾക്ക് മൊത്തമായി ലഭിച്ചിരിക്കുന്ന ഒരു ദൈവവിളിയാണ്, ഈ സൗഭാഗ്യമാണ് ഉടമ്പടിയിലെ മിഷനറി ആവുക എന്നുള്ളത്. ജിനിമോൾ ചെയ്യുന്നത് പോലെ ഞാൻ എവിടെയെല്ലാം ഏതെല്ലാം ഭാഷകളിലുള്ള ആളുകളെ കണ്ടാലും ഈശോയെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇതാ എനിക്ക് സൗഭാഗ്യം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളിലും രോഗാവസ്ഥയിലും പ്രതിസന്ധികളിലും എത്ര തന്നെ കേസുകളിലായാലും നിങ്ങളെ ഈശോ സ്പർശിക്കും, ഈശോ ഇടപെടും എന്ന് ഉറപ്പോടുകൂടി പറയാൻ, അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൃത്യമായി അവരെ പഠിപ്പിക്കുവാനും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനും ഈ മകൾക്ക് സാധിക്കുന്നത് ഉടമ്പടി കൃത്യമായി ജീവിക്കുന്നതുകൊണ്ടാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ജിനിമോൾ പറയുകയുണ്ടായി, ഞാനെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ ആരോഗ്യാവസ്ഥയാണ്. അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ചാരിറ്റി ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ പരിപാലനയുടെ വിളിയാണ് ഈ മകൾക്ക് കാരുണ്യപ്രവൃത്തികൾക്കായി ചെയ്തിരിക്കുന്നത്. കാരണം ഈശോ തന്നെ പറയുന്നു, കുഞ്ഞുങ്ങളെ തടയണ്ട, കാരണം അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. നമുക്ക് സ്വർഗരാജ്യം ലഭിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായി ജീവിക്കാനുള്ള ഒരു വിളി കൂടി, സൗഭാഗ്യം കൂടി ഈ ഉടമ്പടിയിലൂടെ വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകും എന്നുകൂടി ജിനിമോൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ജിനിമോൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സമാനമായ എല്ലാ പ്രതിസന്ധികളെയും നഴ്സസിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.